FSK മീഡിയയുടെ മറ്റൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് മൂന്നാറിൽ കാണാൻ പറ്റിയ 10 സ്ഥലങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത് ഏകദേശം 101 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ നേരെ നേര്യമംഗലം ബ്രിഡ്ജ് കയറി നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ചീയപ്പാറ വാട്ടർഫാൾസ് ആണ്. നേര്യമംഗലത്ത് നിന്നും 14 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ചീയപ്പാറ വാട്ടർഫാൾസ് നിങ്ങൾക്കറിയാം, നമ്മൾ ചാർലി സിനിമയിൽ കൂടി കാണിച്ചതോടുകൂടി ഇത് കുറച്ചും കൂടി ഫേമസ് ആയി. മഴക്കാലത്താണ് കേട്ടോ ഈ വാട്ടർഫാൾസ് കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗി. ചീയപ്പാറ വാട്ടർഫാൾസ് ഉണ്ട്. നമ്മൾ മൂന്നാറിലെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വല്ലറ വാട്ടർഫാൾസ് ആണ്. ചീയപ്പാറ വാട്ടർഫാൾസിൽ നിന്നും ഏകദേശം 1.7 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടവും കാണാൻ കൂടുതൽ ഭംഗി. എല്ലാ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ മഴക്കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ കാണാൻ അതിൻ്റെ ഭംഗി. എന്നാലും കുഴപ്പമില്ല, ഈ സമയത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാകും. അതായത് ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ സമയത്തൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഏകദേശം 101 കിലോമീറ്റർ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത്, കാസർഗോഡ് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരം, അങ്ങനെ കൊല്ലം ഭാഗത്ത് നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ട്രാവൽ ചെയ്യുമായിരിക്കും. നമ്മൾ ഏകദേശം ഒരു 6 മണിക്ക് ചീയപ്പാറ വാട്ടർഫാൾസിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള 9 സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ വരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം വന്നിട്ട് ഒരു 4 മണിക്കെങ്കിലും ഈ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ അവിടെ വന്നിട്ട് ചീയപ്പാറ വാട്ടർഫാൾസും വല്ലറ വാട്ടർഫാൾസും കവർ ചെയ്ത് വല്ലറ വാട്ടർഫാൾസിൽ നിന്നും ഏറ്റവും അടുത്തുള്ള പട്ടണമായിട്ടുള്ള അടിമാലിയിൽ നിങ്ങൾ റൂം എടുത്ത് സ്റ്റേ ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും അടുത്ത ദിവസം ബാക്കിയുള്ള 8 സ്ഥലങ്ങൾ കാണാൻ പോകുമായിരിക്കും കൂടി നല്ലത്. കാരണം യാത്രാക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് യാത്രയിൽ അതൊരു ബുദ്ധിമുട്ടാവരുത്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഡ്രൈവർമാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, രാവിലെ ഒരു 6 മണിയാവുമ്പോൾ ഈ ഒരു ചീയപ്പാറ അല്ലെങ്കിൽ വല്ലറ അല്ലെങ്കിൽ നമ്മൾ അടിമാലി എത്തിയാൽ മതി. അപ്പോൾ ഇതാണ് ഒരു സജഷൻ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി സ്ഥലങ്ങളും കൂടി കാണാം. വല്ലറ വാട്ടർഫാൾസിൽ നിന്ന് നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ മൂന്നാറിലേക്കാണ്. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളും തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ട് അധികം സമയം ചെലവഴിക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാം, നേരെ മൂന്നാറിലേക്ക് പോകാം. മൂന്നാറിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഏകദേശം ഒരു 7 മണി 7:30 ആയി നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മൂന്നാറിലെ 3ാമത്തെ സ്ഥലമായിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. ഇരവികുളം നാഷണൽ പാർക്കിൽ ചെന്നാൽ നമ്മൾ നേരെ ടിക്കറ്റ് സെപ്പറേറ്റ് നമുക്ക് എടുക്കണം. ഏകദേശം 180 രൂപ. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് പൈസ മാറിയിട്ടുണ്ട്, 200 രൂപ ആയിട്ടുണ്ട്. കോവിഡിൻ്റെ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ പൈസ നേരെ കുറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് നേരെ നമ്മൾ ഇനി ഈ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം കേട്ടോ. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ കണ്ണൻദേവൻ ഹിൽസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ട് അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ കൊണ്ട് നമ്മൾ നടക്കണം. ഈ നടക്കുന്ന വഴിയിലാണ് നമുക്ക് നീലക്കുറിഞ്ഞൊക്കെ പോകുന്ന രാജമല കാണാൻ പറ്റും, അതുപോലെ തന്നെ വരയാടുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിരാവിലെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ വരയാടുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ആ കോട, മഞ്ഞ്, അതിൻ്റെ വിദൂര ദൃശ്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിരാവിലെ ചെല്ലണം. അപ്പോൾ ഏകദേശം നമ്മൾ 1 മണിക്കൂർ അവിടെ ചിലവഴിച്ചു. ഒരു 8 മണിക്ക് നമ്മൾ അതിനകത്തേക്ക് 8 മണിക്ക് അത് ഓപ്പൺ ആവും. 8 മണിക്ക് കയറി കഴിഞ്ഞാൽ 9 മണിക്ക് നമുക്കൊരു തിരിച്ചു പോരുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യണം. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ വളരെ കുറച്ചുള്ളൂ, സന്ദർശകരും വളരെ കുറച്ചുള്ളൂ. മറ്റേതൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും, ബഹളമായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു സീസൺ സമയത്ത്. പിന്നെ ടൈമിങ് രാവിലെ 8:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ്. ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു അരുവിയുണ്ട്. പിന്നെ ഒരു കാര്യം, രാവിലെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ പോകാൻ ശ്രമിക്കട്ടോ എല്ലാവരും. കാരണം അപ്പോൾ പോയാലേ നമുക്ക് ഈ വരയാടുകളെയൊക്കെ, നീലഗിരി താരനെ കാണാൻ പറ്റും. കുറച്ച് വെയിലായി കഴിഞ്ഞാൽ ആയിട്ടുള്ളൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ നൽകി നമ്മൾ ആദ്യം ബോഡി ടെമ്പറേച്ചർ അവരൊന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ കൈ നന്നായി സാനിറ്റൈസർ ഉപയോഗിച്ചിരുന്ന് സാനിറ്റൈസ് ചെയ്യുക.
കൈയൊക്കെ നല്ലവണ്ണം സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാൻ പോകാം. ടിക്കറ്റ് വില ഒരാൾക്ക് 200 രൂപയാണ്. ആദ്യം 125 ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് കാരണമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു ബസ്സിൽ ഒരു സീറ്റിൽ ഒരാൾ എന്നുള്ള നിലക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടായിരിക്കും. കോവിഡ് തീർന്നു കഴിഞ്ഞാൽ എന്തായാലും പഴയതിലേക്ക് മാറുമെന്ന് വിചാരിക്കാം. പിന്നെ നമ്മളുടെ ഡീറ്റെയിൽസ്, അതായത് പേര്, സ്ഥലം, ഫോൺ നമ്പർ എല്ലാം നമ്മളിവിടെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ടിക്കറ്റ് അവർ തരുള്ളൂ. പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വേണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് അവർ സീലടിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ്. ഓക്കേ, അപ്പോൾ ഇനി നമുക്ക് നേരെ ബസ്സിലേക്ക് പോവാം. ബസ്സിൽ എന്നേക്കാൾ മുമ്പത്തെ കുറച്ച് ആളുകളുണ്ട്. ബസ്സിനകത്ത് വേറെ ആളുകളുണ്ട്. ഓരോ സീറ്റിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. പല ആളുകളും സീറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നുണ്ട്. ശരിക്കും അത് ശരിയല്ല. കാരണം അയാൾക്ക് എന്തെങ്കിലും കൊറോണ ഉണ്ടെങ്കിൽ അത് ആ സീറ്റിലായി പിന്നെ വേറെ ആളവിടെ വന്നിരിക്കും. അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആരോഗ്യം ശ്രദ്ധിക്കാതെ മാറി ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇനി വേറെ ആരും മാറി നിൽക്കണമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് പോവേണ്ടത്. ഈ കാണുന്നതെല്ലാം കണ്ണൻദേവൻ മലനിരകളാണ്. വളരെ നല്ല ഭംഗിയാട്ടോ ഇവിടുന്ന് കാണാൻ. 2 സൈഡിലും ഈ തേയിലത്തോട്ടം, അതിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ പോവുക. സൈഡിലായിട്ട് കോടമഞ്ഞ്, ഭയങ്കര ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ. ആളുകൾ കുറവായതുകൊണ്ട് തന്നെ വലിയൊരു ബഹളവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ആസ്വദിച്ച് പോവാം. അപ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി ബസ് നിർത്തിയിട്ട് നമ്മൾ ഇനി ഇറങ്ങി നടക്കണം. ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഒരു ചുരം പോലെയാണ്. നല്ല ഭംഗിയാണ് ഈ നടക്കുമ്പോൾ 2 സൈഡിലുള്ള കാഴ്ചകൾ. ഇവിടെ ചെറിയൊരു കഫേയും പിന്നെ അതേപോലെ ചെറിയൊരു ക്രാഫ്റ്റിൻ്റെയൊക്കെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് ദി പാർക്കാണ്. ഇതിനകത്ത് ഈ ഒരു ഇരവികുളം ദേശീയോദ്യാനത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുമാണുള്ളത്. അതായത് ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണല്ലോ ഈ മേഖല. 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഇരവികുളം അത്യപൂർവമായുള്ള സസ്യങ്ങളും വന്യജീവികളുടെയൊക്കെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ്. ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസാണ് ഇതിനകത്തുള്ളത്. പിന്നെ കൂടാതെ നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ, നീലക്കുറിഞ്ഞി നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളിതിനകത്തേക്ക് പോകുന്നില്ല. നമ്മൾ നേരെ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത്. കാരണം കോവിഡ് ആയത് കാരണം ഇപ്പോൾ ഓരോ സന്ദർശകനും 1 മണിക്കൂർ മാത്രമേ ഇവിടെ ചിലവഴിക്കാൻ പറ്റുള്ളൂ. ഇതിന് മുമ്പ് നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ 5 മണിക്ക് പോയാൽ മതി, അല്ലെങ്കിൽ 2-3 മണിക്കൂർ സമയം എടുത്തിട്ട് ഇഷ്ടമുള്ള ബസ്സിൽ തിരിച്ചു പോയാൽ മതി. കാരണം എപ്പോഴും ഇങ്ങനെ ബസ് വന്നും പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ മണിക്കൂർ മാത്രമേ ഇവിടെ ചിലവഴിക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റോറി ഓഫ് ദ പാർക്കിലോട്ട് കയറുന്നില്ല, നേരെ മുകളിലോട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് രാവിലെ വന്നാലേ ഉള്ളൂ. ഫസ്റ്റ് ട്രിപ്പിലോ അല്ലെങ്കിൽ സെക്കൻഡ് ട്രിപ്പിലോ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വരയാടുകളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം.
അങ്ങനെ നമ്മൾ ചുരം കയറി, ഏകദേശം ഒരു 2-3 ചുരം കയറി. സൈഡിൽ നിന്നുള്ള വ്യൂ സൂപ്പറായിട്ടോ, നല്ല കോട ജസ്റ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ദൂരെ കാണുന്ന ആ ബസ് നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്. അത്യാവശ്യം ആരോഗ്യമൊക്കെ വേണം, വയസ്സായവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്യണം. അത്രയും ഭംഗിയാണ്, നല്ല രസമാണ് കാണാൻ. നമ്മുടെ ഒപ്പം ഈ ഒരു കോട ഇങ്ങനെ വരുന്നത് കാണാനേ, അത് ആസ്വദിച്ചാൽ തന്നെ ഉള്ളതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടെ മൂത്രമൊഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ലേഡീസ് ജെൻറ്റ്സ് സെപ്പറേറ്റ് ആണ്. ഒരിക്കലും നമ്മൾ വരാടിനെ കാണുകയാണെങ്കിൽ തൊടാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ഫൈനാണ്. അപ്പോൾ അതായത് ശ്രദ്ധിക്കുക. സെൽഫിയൊക്കെ എടുത്തൊന്നും കുഴപ്പമില്ല, പക്ഷേ അതിനെ തൊടാനും പിടിക്കാനൊക്കെ നിൽക്കരുത്, കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പലതരം പൂക്കളും ചെടികളും നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് മൊബൈലിൻ്റെങ്കിൽ സ്കാൻ ചെയ്യണമെങ്കിൽ അത് QR കോഡ് വെച്ച് സ്കാൻ ചെയ്യാം. അത് ഏത് തരമാണ്, അത് എപ്പോഴാണ് കായ്ക്കുക, എപ്പോഴാണ് പുഷ്പിക്കുക, ഏത് കാടുകളിലാണ് അത് കാണാൻ പറ്റുക, അതിൻ്റെ വംശം, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. ഇപ്പോൾ ഇതാ ഇതിനുണ്ട്, ഇതിൻ്റെ കായ, പൂവ്, അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും. അത് ഇതിന് മാത്രമല്ല കേട്ടോ, എല്ലാ മരത്തിൻ്റെയും എല്ലാ ചെടിയുടെ അടിയിലും അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇതിൻ്റെ പേര് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള പുഷ്പങ്ങളും കായ്കളും നമുക്കിവിടെ കാണാൻ പറ്റും.
ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പ്രവേശനമില്ല. കാരണം ആ സമയത്ത് ഈ വരയാടുകളുടെ പ്രജനന കാലമായതിനാലാണ് ആ സമയത്ത് പ്രവേശനമില്ലാത്തത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഇരവികുളം നാഷണൽ പാർക്കിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബഫർ ഏരിയ, ടൂറിസം ഏരിയ, കോർ ഏരിയ. നമ്മൾ ഈ കാണുന്ന ഭാഗമാണ് ഈ ടൂറിസം ഏരിയ, ഈ രാജമലയൊക്കെ ഉൾപ്പെട്ട ഈ ഒരു ഭാഗം. ഇവിടെ 26 തരത്തിൽപ്പെട്ട സസ്തനികൾ, 132 വിഭാഗം പക്ഷികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവറ്റകളൊക്കെ സുരക്ഷിതമായിട്ട് ഇവിടെ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അല്ലേ.
ായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറിലെ 4ാമത്തെ സ്ഥലമായിട്ടുള്ള കർമ്മേലഗിരി എലിഫൻറ്റ് പാർക്കിലേക്കാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു നമ്മൾ സൈറ്റ് സീയിങ്ങിന് വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു എലിഫൻറ്റ് പാർക്ക് സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ വരുമ്പോൾ കുട്ടികളും ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ സൈറ്റൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ സീനറി കാണുമ്പോൾ പ്രകൃതി ആസ്വദിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടണമെന്നില്ല. അവർക്ക് എൻജോയ്മെൻറ്റ് എന്തായിരിക്കും, ഇങ്ങനെ ആനകളെ കാണുന്നതും അതുപോലെ ആന സഫാരി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ കർമ്മേലഗിരി സഫാരി. അവിടെ ഒന്ന് പോവുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു സഫാരി നടത്താം, അല്ലാന്നുണ്ടെങ്കിൽ ആനകളൊക്കെ കണ്ട് ആനകളുടെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് നേരെ തിരിച്ചു വരാം. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നേരെ മൂന്നാർ ടൗൺ വരെ, മൂന്നാർ ടൗൺ വന്നിട്ട് കോവിലൂർ അല്ലെങ്കിൽ മാട്ടുപ്പെട്ടി റോഡിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുക അവിടുന്ന് ഒരു 10 കിലോമീറ്റർ മുമ്പ് ഒരു ഫോട്ടോ പോയിൻ്റ് ആണ്. ഈ ഫോട്ടോ പോയിന്റും കഴിഞ്ഞിട്ടാണ് ഈ കർമ്മേലഗിരി എലിഫൻറ്റ് സഫാരി ഉള്ളത്. ഫോട്ടോ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുതിര സഫാരി ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അധിക സമയം അവിടെ ചിലവഴിക്കരുത്. നമ്മൾ നേരെ 14 കിലോമീറ്റർ താണ്ടി കർമ്മേലഗിരി എലിഫൻറ്റ് പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. മൂന്നാറിലെ 5ാമത്തെ സ്ഥലമായിട്ടുള്ള മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്, അതായത് ഈ എലിഫൻറ്റ് പാർക്കിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് 4 കിലോമീറ്ററാണ്. ഇത് ചെറിയൊരു ഡാമാണ്. ഈ ഡാമിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബോട്ട് സഫാരിയൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബോട്ടിംഗ് സഫാരി നടത്താം, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഞാനൊരു സ്ഥലം പറയാം, അവിടെ നടത്തിയാൽ മതി. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ആസ്വദിക്കുക. നല്ല വിദൂര ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടാവും. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാതരം ബോട്ടിംഗ് ഉണ്ട്. പെഡൽ ബോട്ടുണ്ട്, അതേപോലെ കുട്ടയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമും അങ്ങനെ ഫിനിഷ് ചെയ്തു. മൂന്നാറിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാട്ടുപ്പെട്ടി ഡാമിലെത്താം. മൂന്നാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ മാട്ടുപ്പെട്ടി ഡാം. ഒരു വശത്ത് കാടും മറുവശത്ത് കണ്ണൻദേവൻ തേയിലത്തോട്ടങ്ങളോടും ചേർന്നാണ് ഈ മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ബോട്ടിങ്ങും മറ്റു സംവിധാനങ്ങളും ഉണ്ട്. പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട് ഒക്കെ ഉണ്ട്. ഒരു സ്വകാര്യ കമ്പനി നടത്തുന്നത് കൊണ്ട് തന്നെ എൻട്രി ഫീയും കാർ പാർക്കിംഗ് ഫീയും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാറിൽ വരുന്ന സമയത്ത് ഒരിക്കലും മാട്ടുപ്പെട്ടി ഡാം മിസ് ചെയ്യരുത്.
അങ്ങനെ മാട്ടുപ്പെട്ടി ഡാം കണ്ടിട്ട് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് എക്കോ പോയിന്റിലേക്കാണ്. അതായത് നമ്മുടെ മൂന്നാർ യാത്രയുടെ 6ാമത്തെ സ്ഥലം. ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് 1.7 കിലോമീറ്റർ ആണ്. എക്കോ പോയിന്റിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇവിടെ കാണാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു തടാകം ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി തിരിച്ചു വരും. കുറച്ച് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിങ് അല്ലെങ്കിൽ ഇവിടെ ചെറിയ നമ്മൾ വട്ടത്തോണിയൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാം. മൂന്നാറിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ എക്കോ പോയിൻ്റ് എന്ന് പറയുന്നത്. മൂന്നാറിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്ററും മാട്ടുപ്പെട്ടിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. എൻട്രി ഫീ ആയിട്ട് നമ്മൾ 10 രൂപ കൊടുക്കണം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് പോലെ തന്നെ എക്കോ ആണ്. അതായത് നമ്മൾ ഈ ഒരു ആറ് കാണുന്നുള്ള ഈ ആറിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങോട്ട് എന്ത് പറഞ്ഞാലും അത് തിരിച്ച് ഇങ്ങോട്ട് വരും. അതിൻ്റെ ഒരു പ്രതിധ്വനി നമ്മളിപ്പോൾ കൂവിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉറക്കര ശബ്ദത്തെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങോട്ട് തിരിച്ചതിൻ്റെ ഒരു പ്രതിധ്വനി ഇങ്ങോട്ട് തിരിച്ചു വരും. എക്കോ പോയിൻ്റ് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ്. എന്തായാലും മൂന്നാർ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. പിന്നെ ബോട്ടിങ്ങിനും മറ്റും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കുട്ടയുണ്ട്, പെഡൽ ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട് ഒക്കെ ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് പൈസയാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, എക്കോ, അതായത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചങ്ങ് അടിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എക്കോ പോയിൻ്റ് എന്നുള്ള ഒരു പേര് വന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണും. പിന്നെ പെഡൽ ബോട്ട് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഓഫ് സീസൺ ആയതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ആളുകളൊന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ പരമാവധി എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കുറച്ച് ആളും വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായേനെ. അപ്പോൾ ഇതാണ് എക്കോ പോയിൻ്റ്. അങ്ങനെ എക്കോ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മൂന്നാറിൽ 7ാമത്തെ സ്ഥലമാണ്. 7ാമത്തെ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കുണ്ടള ഡാം. കുണ്ടള ഡാമിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ സേതു പാർവതിപുരം ഡാം. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ബോട്ടിങ് നടത്താൻ അല്ലെങ്കിൽ പെഡൽ ബോട്ട് നേരത്തെ പറഞ്ഞ മാതിരി കുട്ടയൊക്കെ എടുത്തിട്ട് ആ ഡാമിൽ കറങ്ങാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ മാട്ടുപ്പെട്ടി ഡാമിനേക്കാളും എക്കോ പോയിന്റിനേക്കാളും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഈ കുണ്ടള ഡാമാണ്. അങ്ങനെ നമ്മൾ കുണ്ടള ഡാം എത്തി. വണ്ടിക്ക് എൻട്രി ഫീ 10 രൂപയുണ്ട്. നമ്മളത് കൊടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അകത്ത് എന്തൊക്കെ സംഭവം എൻട്രി ഫീ ഉണ്ടെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നല്ല ഭംഗിയുള്ള സ്ഥലം, 2 സൈഡും. പക്ഷേ ഈ റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ അവിടുന്ന് വണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ജീപ്പ് വരുന്നുണ്ട്. വേണ്ട, അപ്പോൾ നമ്മളിവിടെ നിർത്തി കൊടുക്കുക. ഇനി അവർ പോട്ടെ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. ഈ കുണ്ടള ഡാം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ്.
ഈ കുണ്ടൽ ഡാമിൻ്റെ മറ്റൊരു പേരാണ് സേതു പാർവതിപുരം ഡാം. ഈ പേര് വരാനുള്ള കാരണം 1945 തിരുവിതാംകൂർ റാണി സേതു ലക്ഷ്മി പാർവതി തമ്പുരാട്ടിയാണ് ഈ ജലസംഭരണിക്ക് അതിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. അതുകൊണ്ടാണ് ഇതിന് സേതു പാർവതിപുരം ഡാം എന്നും പറയാനുള്ള കാരണം. പിന്നെ ഈ ഡാം തുറന്നു വിടുമ്പോൾ, അതായത് ഇതിൽ വെള്ളം ഫുള്ളായിട്ട് ഇത് തുറന്നു വിടുമ്പോൾ ഇതിലെ വെള്ളം നേരെ ചെന്നെത്തുന്നത് ഇതിൻ്റെ താഴെയുള്ള മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. അവിടുന്ന് നേരെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ ഇതിലേക്ക് എത്തും. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പള്ളിവാസൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആയിട്ടുള്ള പള്ളിവാസൽ പദ്ധതിയുടെ ഒരു സ്റ്റോറേജ് ഡാം കൂടിയാണ് ഈ കുണ്ടള ഡാം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതുവഴി ഇത് ഫുള്ളാവുമ്പോൾ നേരെ അങ്ങ് നമ്മുടെ മാട്ടുപ്പെട്ടി, നമ്മൾ നേരത്തെ കണ്ട മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവിലേക്ക് എത്തും ഈ വെള്ളമൊക്കെ. ഇപ്പം നമ്മൾ മുകളിൽ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. റോഡിൻ്റെ ഇരുവശത്തും നമ്മുടെ യൂക്കാലിപ്സ് മരങ്ങളുണ്ട്. പിന്നെ കുതിര സവാരി ഉണ്ട്. റോഡ് 2 സൈഡിലും ചെറിയ ചെറിയ കടകൾ, നമുക്ക് ലഘുഭക്ഷണം കഴിക്കാൻ, പിന്നെ സാധനങ്ങൾ, കുട്ടികളെ പറ്റിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പ്രധാന ഇവിടുത്തെ ആകർഷണമായിട്ടുള്ള ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഈ യൂക്കാലിപ്സ് മരത്തിൻ്റെ ഇടയിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഒക്കെ ഒന്ന് ആസ്വദിച്ച്, നല്ല രസമാണ് ഇവിടെ ഇരിക്കുമ്പോൾ. നല്ല ഈ യൂക്കാലിപ്സിൻ്റെ ഈ ഒരു സ്മെല്ലും നല്ല തണുത്ത കാറ്റും നല്ല തണലും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയത്. കുറച്ച് ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് പെഡൽ ബോട്ടാണ് എടുത്തത്. പെഡൽ ബോട്ടിന് 300 രൂപയാണ്. പെഡൽ ബോട്ട് അല്ലാതെ സ്പീഡ് ബോട്ട്, നമ്മുടെ കുട്ടവഞ്ചിലെ അതുണ്ട്. പിന്നെ 6 പേർക്കൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റുന്നതുണ്ട്. ഞങ്ങളെടുത്തതിൽ 3 പേർക്കാണ് പോകാൻ പറ്റുക. അതായത് 2 അഡൽട്ടും പിന്നെ ഒരു കുട്ടിക്കും പോകാൻ പറ്റുന്നതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് ജാക്കറ്റും ഇതൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാനും നന്നായിട്ട് സ്ഥലം ആസ്വദിക്കാനും ഇതൊക്കെ പറ്റി. ഹായ് ഹലോ, അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിലെത്തി. നമ്മളൊരു ബോട്ടൊക്കെ എടുത്തു. പെഡൽ ബോട്ടാണ്. 300 രൂപയാണ് 30 മിനിറ്റിന്. 2 അഡൽട്ട്, ഒരു കുട്ടിക്ക്. ഓക്കെ. സോ പിന്നെ നമ്മളിവിടെ കുറച്ച് നേരം കറങ്ങണം. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നല്ല തണുത്ത കാറ്റ്, പിന്നെ നല്ല രസമുള്ള ഭംഗിയുള്ള സ്ഥലം. ഞാൻ ഇവിടെ ഇരുന്നിട്ടുള്ള സീനറിയൊക്കെ നിങ്ങളിപ്പോൾ കാണിക്കാം. അപ്പോൾ നിങ്ങളിനി ബാക്കി സ്ഥലങ്ങളുടെ സൗന്ദര്യമൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ ബോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഈ വ്യൂ ആണ് ഈ കാണുന്നത്. പെഡൽ ബോട്ടല്ലാതെ വട്ടത്തോണി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച സൂപ്പറാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല തണുത്ത കാറ്റും കിടിലൻ, അടിപൊളി.
കുണ്ടൽ ഡാമിൽ അങ്ങനെ നമ്മളൊരു ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് നമ്മുടെ മൂന്നാർ യാത്രയുടെ 8ാമത്തെ സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ടോപ്പ് സ്റ്റേഷൻ, യെല്ലംപെട്ടി ടോപ്പ് സ്റ്റേഷൻ. തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമായിട്ടാണ് ഈ യെല്ലംപെട്ടി ടോപ്പ് സ്റ്റേഷൻ ഉള്ളത്. നമ്മുടെ കുണ്ടല ഡാമിൽ നിന്നും 11 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം.
മൂന്നാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ഈ ടോപ്പ് സ്റ്റേഷൻ. മൂന്നാർ ടൗണിൽ നിന്ന് 35 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1700 മീറ്റർ ഉയരത്തിലായിട്ടാണ് ഈ ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുമെങ്കിലും ഇത് കേരളത്തിലല്ല, ഇത് തമിഴ്നാട്ടിലാണിത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായിട്ടാണ് ഈ ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് യെല്ലംപെട്ടി എന്നാണ്. യെല്ലംപെട്ടി ടോപ്പ് സ്റ്റേഷൻ എന്നും ഇതിന് പറയും. ഈ മൂന്നാറിൽ നിന്ന് ഈ നമ്മുടെ ടോപ്പ് സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് കാണാൻ നല്ല ഒരുപാട് കാഴ്ചകളുണ്ട്. കണ്ണൻദേവൻ തേയിലത്തോട്ടങ്ങളും കണ്ണൻദേവൻ മലനിരകളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഈ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് തന്നെയാണ് മാട്ടുപ്പെട്ടി ഡാമും എക്കോ പോയിൻറ്റും കുണ്ടള ഡാമും. ഇതെല്ലാം കണ്ട് ഈ ബാക്കി യെല്ലംപെട്ടി വരുന്ന സമയത്ത് അതിന് മുമ്പായിട്ടുള്ള കാഴ്ചകളൊക്കെ എല്ലാം കണ്ടിട്ട് വേണം ഈ എക്കോ പോയിൻറ്റിലെത്താൻ. അപ്പോഴേ നമുക്ക് ശരിക്കും മൂന്നാർ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിയാണ്. അപ്പോൾ നല്ല നല്ല കിടിലൻ സ്ഥലം നമ്മൾ കണ്ടു. ഇവിടെ നിന്നുള്ള വ്യൂ അപാര വ്യൂ ആണ്. ഇവിടെ നമുക്ക് ക്യാബേജ്, ക്യാരറ്റ് അതൊക്കെ ഉണ്ടാക്കുന്ന കൃഷി സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ വരുമ്പോൾ ആരും ടോപ്പ് സ്റ്റേഷൻ വഴി പോകുമ്പോൾ ഈ സ്ഥലം ഒന്നും കാണാൻ ആരും മറക്കരുത്. അങ്ങനെ നമ്മൾ 34 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തി. നമ്മൾ കുറച്ചപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടന്നിട്ട് വേണം ഈ ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു കിലോമീറ്ററോളം, 1 കിലോമീറ്റർ ഇല്ല, അതിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ചെറിയ ഫുഡിൻ്റെ കടകളും അങ്ങനെ കളിപ്പാട്ടങ്ങൾ അതിൻ്റെയൊക്കെ ഒരു കടകളുണ്ട് ഈ സൈഡിൽ കൂടെ. ചോളം, നല്ല സ്ട്രോബെറി കിട്ടും. ഈ വട്ടവടയിൽ നിന്ന് വരുന്ന സ്ട്രോബെറി കിട്ടും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ട്രെക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷൻ വഴി കുരങ്ങാണിയിലേക്കാണ് ഈ ട്രെക്കിംഗ് ഉള്ളത്. നമ്മുടെ മൈന എന്ന് പറഞ്ഞ തമിഴ് പടമൊക്കെ ഷൂട്ട് ചെയ്ത് ഈ കുരങ്ങാണിയിലത്ര. നമ്മൾ വ്യൂ പോയിന്റ് കയറാൻ വേണ്ടി നമ്മൾ 20 രൂപ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇവിടുന്നൊക്കെയുള്ള കാഴ്ച നല്ല രസമാണ്. നമുക്കതിലും സമയം കളയാതെ നേരെ വ്യൂ പോയിന്റിലേക്ക് കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ഞങ്ങൾ വന്ന സമയം കുറച്ച് ഒരു 9 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ഈ സമയത്തുള്ളത്. കുറച്ചും കൂടിയും നേരത്തെ ഒരു 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാലാണ് നല്ല കോട ഇങ്ങനെ നിരന്ന് നിന്നിട്ട് മേഘവും കോടയും മിക്സായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാമ്പാടൻചോല നാഷണൽ പാർക്ക്, അതേപോലെ കുടകുമലയുടെ ഭാഗങ്ങൾ, മീശപ്പുലി മലയുടെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലേ 1700 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.
നമ്മളിനി വ്യൂ പോയിന്റ് നിൽക്കുമല്ല, വ്യൂ പോയിന്റ് നമ്മൾ താഴെ ഇറങ്ങി പോകണം. അവിടെയാണ് ശരിക്കുള്ള വ്യൂ കിടക്കുന്നത്. നമ്മളിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ ഈ കാണുന്ന സ്ഥലത്തെത്തണം. അവിടുന്ന് പിന്നെയും ഇറങ്ങിപ്പോകണം. ഇവിടെ അല്ല, നമ്മൾ ഇനി ഇറങ്ങിയിട്ട് നമ്മൾ ഈ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, മഴക്കാലമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിൽ നല്ലോണം പരിക്ക് പറ്റും. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കുക. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ട്. നമ്മളിപ്പോൾ അവിടെ ആയിരുന്നു. അവിടുന്ന് നമ്മളിപ്പോൾ ഇറങ്ങി ഇവിടെ എത്തി. ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല അടിപൊളിയാണ്. അങ്ങോട്ടൊക്കെ നോക്കി ആ ഒരു മേഘം അങ്ങനെ കോട ഇങ്ങനെ ഇതിനെ മലിനൊക്കെ തഴുകി പോകുന്നൊരു കാഴ്ച. പക്ഷെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മൾ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കിടിലുണ്ട്. എല്ലംപെട്ടി ടോപ്പ് സ്റ്റേഷൻ പൊളി. അപ്പോൾ ഈ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ നമ്മൾ കണ്ടു. നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ട്, അതായത് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. അത് ഈ കാണുന്നതാണ് ആ വ്യൂ പോയിന്റ്. ഇനി നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ ഏറ്റവും താഴത്തേക്ക് പോവാണ്. നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് നേരെ താഴത്തേക്കാണ് പോണത്. വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാമോശമാണ്. അപ്പോൾ നോക്കി പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് അവിടെ തന്നെ എത്തും. പിന്നെ പെറുക്കിയെടുക്കാനേ കിട്ടുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചു പോവുക. അങ്ങനെ ഫൈനലി നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ ഏറ്റവും താഴത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ. ഇനി ഇവിടെ നിന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ചില ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്, അത് ഭയങ്കര അപകടമാണ്. ബട്ട് ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ താഴെ എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നല്ല അടിപൊളി. എല്ലാ സ്ഥലത്തും ഓരോ സ്റ്റെപ്പായിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള വ്യൂ നല്ല കിടിലനാണ്, പൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് സീനറികളും കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം.
ടോപ്പ് സ്റ്റേഷൻ കണ്ടിട്ട് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് നേരെ പാമ്പാടും ഷോല നാഷണൽ പാർക്കിലേക്കാണ്. ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വന്നിട്ട് നമ്മൾ നേരെ താഴത്തോട്ട് കോവിലൂർ റോഡിലേക്ക് പോകും. കോവിലൂർ റോഡിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ചെക്ക് പോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വട്ടവട വെജിറ്റബിൾ വില്ലേജ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ പേരും നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. നമ്മുടെ മൂന്നാർ യാത്രയുടെ 9ാമത്തെ സ്ഥലം. ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 2.7 കിലോമീറ്ററാണ്. ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ അകത്ത് കയറി ട്രെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മാനെ, കാട്ടുപോത്തിനെ, ആനയെ കാണാൻ പറ്റും. മിക്കവാറും സമയങ്ങളിൽ കാണാറുണ്ട്. നമ്മളിപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ 3:30 മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്, മിക്കവാറും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് കണ്ടിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ 10ാമത്തെ സ്ഥലമായിട്ടുള്ള വട്ടവടയിലേക്കാണ് നമ്മൾ പോകുന്നത്. വട്ടവട എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ നമുക്ക് നേരിട്ട് ഈ പച്ചക്കറി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സ്ട്രോബെറി, നല്ല മധുരമുള്ള സ്ട്രോബെറി ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ സ്ട്രോബെറിയുടെ ജാം, പച്ചക്കറികൾ ഉണ്ടാക്കുന്നത്, ക്യാരറ്റ് ഉണ്ടാക്കുന്നത്, ബീട്രൂട്ട് ഉണ്ടാക്കുന്നത്, ക്യാബേജ് ഉണ്ടാക്കുന്നത്, കോളിഫ്ലവർ, ഗ്രീൻ പീസ്, അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. വട്ടവട എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഈ ഫ്രൂട്ട്സ് വെജിറ്റബിളുമായിട്ട് ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് സ്ട്രോബെറി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, നമ്മുടെ ഈ ഉരുളക്കിഴങ്ങുണ്ട്, മുള്ളങ്കി ഉണ്ട്, ബീൻസ് അല്ല നമ്മുടെ പച്ചപ്പട്ടാണി, ഗ്രീൻ പീസ് ഉണ്ട്, സൂര്യകാന്തി ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. വലിയ വികസനോ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. സിഗ്നലൊക്കെ വെറും BSNL മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ വീടുകളും ഇവിടെ നമുക്ക് താമസിക്കാൻ മണ്ണുകൊണ്ടുള്ള വീടുകൾ, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വട്ടവട കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വട്ടവട ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ പാമ്പാടുംചോല നാഷണൽ പാർക്ക് കഴിഞ്ഞെത്തി. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അവർ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ അവർ നിർബന്ധമായിട്ടും പറയും ഒരിക്കലും നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വട്ടവട ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളാരും വരുമ്പോൾ അവിടെ ഫോട്ടോ എടുത്ത് വെറുതെ പണി കിട്ടാൻ നിൽക്കണ്ട. വട്ടവട എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്നും 44 കിലോമീറ്ററാണ്. പോകേണ്ട വഴി മൂന്നാറിൽ നിന്ന് നേരെ മാട്ടുപ്പെട്ടിയിൽ നിന്ന് നേരെ ടോപ്പ് സ്റ്റേഷൻ, അവിടുന്ന് പാമ്പാടും ഷോല നാഷണൽ പാർക്ക് കഴിഞ്ഞ നേരെ വട്ടവടയായി. ഈ ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിൽ വരുമ്പോൾ എല്ലാവരും ടോപ്പ് സ്റ്റേഷൻ വരാറുണ്ട്. പക്ഷേ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ആരും വട്ടവട പോകാറില്ല. അത് അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പ് സ്റ്റേഷനിൽ വെറും 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ അവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എൻട്രൻസിൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് വേണം അകത്തേക്ക് കിടക്കാൻ. അവർ പറയും ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ വീഡിയോയും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല. പോരുന്ന വഴിക്ക് കാട്ടുപോത്ത്, കാട്ടാനൊക്കെ ഞങ്ങൾ കണ്ടു. ഈ വട്ടവട എന്ന് പറയുന്നത് തമിഴ്നാടിനോട് ഈ അതിര് പങ്കിടുന്ന ഇടുക്കിയിലെ ഒരു പഞ്ചായത്താണ് ഈ വട്ടവട എന്ന് പറയുന്നത്. അധികം വികസനമൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഇത് ഈ വട്ടവട പ്രശസ്തയാവാൻ കാരണം അവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥ കൊണ്ടും കൃഷി രീതികൾ, കൃഷി വിഭവങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് ഇത് ഫേമസ് ആവാൻ കാരണം. ഈ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുന്ന തമിഴും മലയാളവും കലർന്ന ഭാഷയാണ്. എല്ലാവർക്കും അങ്ങനെയാണ് മലയാളം അറിയില്ല, എല്ലാവരും പറയുന്നത് തമിഴാണ്. പിന്നെ ചിലർ ഒക്കെ മിക്സ് ചെയ്തൊരു ഭാഷയും പറയുന്നുണ്ട്.
സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി ഉയരത്തിലാണ് ഈ വട്ടവട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാറിനേക്കാൾ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ചെന്ന സമയത്ത് രാത്രി നല്ല തണുപ്പായിരുന്നു. ശീതകാല പച്ചക്കറികൾക്കും പഴങ്ങൾക്കും പേര് കേട്ട സ്ഥലമാണ് ഈ വട്ടവട എന്ന് പറയുന്നത്. സ്ട്രോബെറിയും ആപ്പിളും ക്യാരറ്റും ക്യാബേജും ഉള്ളിയും ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കോളിഫ്ലവറും ഒക്കെ ഈ വട്ടവടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മളിതൊക്കെ കയറി കാണാൻ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ അവിടെ ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങളെല്ലാം ഫോൺ വിളിച്ചെല്ലാം റെഡിയാക്കിയിരുന്നു. ഞങ്ങൾക്ക് താമസിക്കാനുള്ള മണ്ണുകൊണ്ടുള്ള വീടും എല്ലാം അവിടെ റെഡിയാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പച്ചക്കറി തോട്ടം കാണാൻ പോയി. ഞങ്ങളെ കൊണ്ടുപോയതൊരു അക്കേ അണ്ണനായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്കും ചെറിയ ചെറിയ ഈ കൃഷിത്തോട്ടങ്ങളും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ കൂരകളുണ്ട്. അവിടെ ഈ പന്നിയുടെയും കാട്ടുപോത്തിൻ്റെയൊക്കെ നല്ല ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കൂരകളിൽ സമയം വെച്ച് ഓരോ ആളുകൾ കാവലിരിക്കും. അങ്ങനെയാണ് ഇതിപ്പോൾ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രാവശ്യം മഴ കുറവായതുകൊണ്ട് അധികമൊന്നും പച്ചക്കറി ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വട്ടവടയിൽ മറ്റ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ ഈ ഹോം സ്റ്റേയും ഇതൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ വലിയ ഹോട്ടലുകളും ഇതൊന്നും ഇല്ല. ഞങ്ങളങ്ങനെ ഫാമിലെത്തി. ഫാമിൽ ഈ സൂര്യകാന്തി പൂക്കളും ഈ ചെണ്ടുമല്ലിയും ഇതൊക്കെ ഞങ്ങൾ കണ്ടു. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഓഫ് സീസൺ ആയതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അവർ ഇതെല്ലാം കൃഷി ചെയ്യുന്ന സമയത്തരെ. ഇനി ഒരു 3 മാസം കൂടി കഴിഞ്ഞാലാണ് വിളവെടുപ്പിൻ്റെ സമയം. ഇപ്പോൾ ഇതാണ് തോട്ടം. ഇവിടെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ ബീട്രൂട്ട് ഉണ്ട്, അവിടെ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. നമുക്ക് ഒക്കെ ഒന്ന് 1 by 1 ആയിട്ട് കാണാം. ഇത് നമ്മുടെ സ്ട്രോബെറി ആയിട്ട് ഇത് ഇവിടെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സ്ട്രോബെറി കാണുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് സ്ട്രോബെറി. അപ്പം നമുക്ക് തന്നെ പറിച്ച് തിന്നാം. ഇവിടെ നല്ല അക്ക നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് ആണല്ലേ. ഇപ്പൊ വെയില് കുറവാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ചുകൂടി വെയിൽ വേണമെന്നാ പറഞ്ഞത്. നല്ല സാധനം കേട്ടോ, ഫ്രഷ് സാധനം, അടിപൊളി. അതൊക്കെ ഇഷ്ടം പോലെ നല്ല ഫ്രഷ് സ്ട്രോബെറി ഇതിൽ നിന്ന് പറിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ വട്ടവട വന്നു കഴിഞ്ഞാൽ അടിപൊളി. നല്ല സെവന്ത് കാണും. ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരിക്കലും ചെരുപ്പിട്ട് കയറരുത്. ഓക്കെ, കൃഷിസ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലും ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ഇത് കാണാം. അക്ക ഇത് വന്ന് ക്യാരറ്റ് തന്നെ, ക്യാരറ്റ് തന്നെ. ഈ ഭാഗത്ത് കാണുന്നത് ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇപ്പോൾ ആയിട്ടില്ല, അതിന് ഏകദേശം ഒരു 1.5 മാസം കൂടി പിടിക്കും. ഇവിടെ ക്യാരറ്റാണ്. ഇനി ഇവിടെ ഉള്ളത് ഇതൊക്കെ ഈ സ്ട്രോബെറി തന്നെയാണ്. ഇത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഇത് ഇപ്പോൾ ആയിട്ടില്ല, ഇപ്പോഴൊക്കെ ഓഫ് സീസണാണ്, മീൻസ് ഇവരിപ്പോൾ കൃഷി ചെയ്യുന്ന സമയം. സ്ട്രോബെറിക്ക് പിന്നെ അങ്ങനെ നേരം കാലം സമയമൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഇത് ബീട്രൂട്ടാണ്. ഇനി നമുക്ക് അടുത്തത് കാണാം. ഇനി ഇവിടെ ഉള്ളത് മുള്ളങ്കിയാണ് കേട്ടോ, വേണമെങ്കിൽ കണ്ടോളൂ. മുള്ളങ്കി
നമുക്ക് അടുത്ത് കാണാം. അടിയിൽ വർക്കായി നമ്മുടെ അടുത്ത് കാണാൻ പോലെ ഗ്രീൻ പീസ് ആണ്. അവിടെ ഉണ്ട് ഗ്രീൻ പീസ്. നല്ല ഫ്രഷ് സ്ട്രോബെറിയുടെ ജാമ ഇവിടെ കിട്ടും. അടിപൊളിതാണ്. വരുമ്പോ ഒന്ന് മേടിച്ചു നോക്കിയാൽ അടിപൊളിയാണ്. இப்படி காட்டு, இதான் நல்லது, அப்படித்தான் காட்டணும். இது வந்து செடிக்குள்ள இருக்குது அவளுக்கு தெரியாது, அப்படி காட்டணும். കാണിക്കാൻ വേണ്ടിട്ട് എടുത്തോളൂ. நல்ல முத்துனது இல்ல, இப்படி பொழிச்சு வச்சுட்டு இல்ல இல்ல அப்படி இல்ல, இது இப்படி எடுத்து வச்சுட்டு போடக்கூடாது. இப்படி எடுத்தோம்னா அவளை விழுகாது. இது இப்படித்தான் அவங்க எடுக்கிறது. ഇത് ക്യാബേജിന്റെ തൈ കേട്ടോ. ഇനി ഇത് ഇവിടുന്ന് പറിച്ചിട്ട് മാറ്റി മാറ്റി വെക്കും. താഴെ വെക്കും അല്ലേ? അവിടെ അവർക്ക് അവിടെ ഒരു കൃഷിത്തോട്ടം ഉണ്ട്, അതിലവർ വെക്കും. அது ஊர் முழுவதும் கேரட் இட்டு ക്യാരറ്റ് അങ്ങെല്ലാം ക്യാരറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റിയ മൂന്നാറിലെ 10 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ കവർ ചെയ്ത് ഏകദേശം 101 അല്ലെങ്കിൽ 110 കിലോമീറ്ററിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റും. ഞാൻ പോയതാണ്, എല്ലാ സ്ഥലങ്ങളും എനിക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഇതിൽ വേണ്ടാത്തതൊക്കെ നമുക്ക് ജസ്റ്റ് ഒഴിവാക്കാം. ഈ ഫോട്ടോ പോയിൻ്റൊക്കെ അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇനി കാണാൻ പറ്റും. പക്ഷേ അവിടെ കുതിര സഫാരി ഉണ്ടാവും, ഈ ഫോട്ടോ പോയിൻ്റ് അവിടെ മറ്റ് സ്ഥലങ്ങളുണ്ടാവില്ല. മറ്റൊരു കാര്യം ഇതിനോട് കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചകളിലുള്ള യാത്രകൾ ഒഴിവാക്കുക. കാരണം ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ട്രാഫിക് ജാമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ചത്ര സ്പീഡിലോ അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ടായതുകൊണ്ട് ടിക്കറ്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ബോട്ടിംഗ് നടത്താനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഒഴിവാക്കുമായിരിക്കും. ഞായർ തിങ്കൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ പോകുമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. താഴെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.